നമ്മളെ കാലാവധി തീരുന്നതിന് മുൻപ് നമ്മൾ ആയുർവേദ ഹോസ്പിറ്റൽ പൂർത്തീകരിച്ച് നൽകുന്നതാണ്. അതിനൊരു കൃത്യമായ പ്ലാനിങ് ഇല്ലാതെ മുമ്പോട്ട് പോയതാണ് ഇപ്പോൾ ഈ ആയുർവേദ ആശുപത്രി അവിടെ കിടക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കിയിട്ടില്ലേ. പെരിന്തൽമണ്ണയിൽ ടീം UDF അധികാരത്തിൽ വന്നത് കഴിഞ്ഞ ഭരണസമിതിക്ക് പൂർത്തീകരിക്കാൻ കഴിയാതിരുന്ന പല പദ്ധതികൾക്കും പ്രഥമ പരിഗണന നൽകി പൂർത്തീകരിക്കുമെന്ന വാഗ്ദാനവും നൽകിക്കൊണ്ടായിരുന്നു. എന്നാൽ അധികാരത്തിലേറി മാസങ്ങൾ പലത് കഴിഞ്ഞിട്ടും പെരിന്തൽമണ്ണ നഗരസഭയിലെ ആയുർവേദ ആശുപത്രിയെ നഗരസഭാ ഭരണസമിതി അവഗണിക്കുന്ന മട്ടിലാണ്. ടീം UDF നൽകിയ വാഗ്ദാനവും വെറും വാക്കുകളിൽ മാത്രം ഒതുങ്ങുകയാണ്. കഴിഞ്ഞ 6 വർഷത്തോളമായി 2 ഭരണസമിതിക്കും പൂർത്തീകരിക്കാൻ കഴിയാതെ പോയ പദ്ധതിയായിരുന്നു ആയുർവേദ ആശുപത്രിയുടെ നിർമ്മാണം. തകർന്നു വീഴാറായ കെട്ടിടത്തിൽ നിന്നും ആയുർവേദ ആശുപത്രിയുടെ പ്രവർത്തനം പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റാൻ ആയുഷ് പദ്ധതിയിൽ അനുവദിച്ച തുക വിനിയോഗിച്ച് ചോലംകുന്നിൽ പുതിയ കെട്ടിടത്തിന്റെ പ്രവൃത്തി മുഹമ്മദ് സലീം നേതൃത്വം നൽകിയ ഭരണസമിതി ആരംഭിച്ചെങ്കിലും ആ ഭരണസമിതിക്കും പിന്നീട് പി ഷാജി നയിച്ച ഭരണസമിതിക്കും കെട്ടിടത്തിന്റെ പ്രവൃത്തി പൂർത്തീകരിച്ച് ആയുർവേദ ആശുപത്രി എന്ന ജനങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിച്ച് നൽകാനായില്ല. എന്നാൽ ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ടീം UDF അധികാരത്തിലേറിയപ്പോൾ നൽകിയ വാഗ്ദാനങ്ങളിൽ പ്രധാനപ്പെട്ടതായിരുന്നു ആയുർവേദ ആശുപത്രിയുടെ നിർമ്മാണം പൂർത്തീകരിക്കുക എന്നത്. കഴിഞ്ഞ ഭരണസമിതിക്ക് പൂർത്തീകരിക്കാൻ കഴിയാതിരുന്ന പദ്ധതികൾക്ക് പ്രഥമ പരിഗണന നൽകുമെന്നും ടീം UDF പൊതുജനങ്ങൾക്ക് നൽകിയ ഉറപ്പായിരുന്നു. എന്നാൽ ഭരണസമിതി അധികാരത്തിലേറി നാളുകളേറെ കഴിഞ്ഞിട്ടും ആയുർവേദ ആശുപത്രിയെ UDF ഭരണസമിതിയും അവഗണിക്കുകയാണോ എന്ന ജനങ്ങളുടെ ആശങ്കയ്ക്ക് വഴിയൊരുക്കിയിരുന്നു. എന്നാൽ ഈ കൌൺസിലിന്റെ കാലാവധി അവസാനിക്കും മുൻപ് ആയുർവേദ ആശുപത്രിയുടെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിച്ച് ജനങ്ങൾക്കായി തുറന്നു നൽകുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പച്ചീരി സുരയ്യ ഫാറൂഖ് ഉറപ്പു നൽകിയിരിക്കുകയാണ്. പെരിന്തൽമണ്ണ നഗരസഭയിൽ നമ്മൾ ആയുർവേദ ഹോസ്പിറ്റല് കഴിഞ്ഞ 6 വർഷമായിട്ട് പരിതാപകരമാണ്. അത് പണിയൊന്നും നടക്കാതെ കാട് കെട്ടി കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഭരണം ഏറ്റെടുത്തതിന് ശേഷം അത് നമ്മൾ ഈ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പദ്ധതിയിൽ ഫണ്ട് വരുന്നത് അനുസരിച്ച് നമ്മൾ നമ്മളെ കാലാവധി തീരുന്നതിന് മുൻപ് നമ്മൾ ആയുർവേദ ഹോസ്പിറ്റൽ പൂർത്തീകരിച്ച് നൽകുന്നതാണ്. അതിനുള്ള മുൻകൈ എടുത്ത് എന്ത് നടപടി വേണമെങ്കിലും നമ്മൾ സ്വീകരിക്കും. ആയുഷ് അനുവദിച്ച തുകയിലധികം ചിലവഴിച്ച് ആയുർവേദ ആശുപത്രിയുടെ നിർമ്മാണം ആരംഭിച്ചതാണ് വിനയായതെന്ന് വൈസ് ചെയർപേഴ്സൺ ഫസൽ മുഹമ്മദ് വ്യക്തമാക്കി. കഴിഞ്ഞ കൗൺസിലിന്റെ മുമ്പത്തെ കൗൺസിലിൽ എടുത്തൊരു തീരുമാനമാണത്. അത് ആയുഷുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഫണ്ട് ലഭിച്ചതിനെ തുടർന്നാണ് അതിലേക്ക് ഈ മുനിസിപ്പാലിറ്റി അതിലേക്ക് പോയത്. പക്ഷേ ആയുഷ് പറഞ്ഞതിനേക്കാൾ അപ്പുറം വലിയ വിപുലീകരണ പദ്ധതിയുമായി മുമ്പോട്ട് നഗരസഭ പോയെങ്കിലും ഇതിന് ബാക്കിയുള്ള ഫണ്ട് എവിടെ കണ്ടെത്തും എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാതെ മുമ്പോട്ട് പോവുകയും ശക്തമായ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന മുനിസിപ്പാലിറ്റി അതിനൊരു കൃത്യമായ പ്ലാനിങ് ഇല്ലാതെ മുമ്പോട്ട് പോയതാണ് ഇപ്പോൾ ഈ ആയുർവേദ ആശുപത്രി അവിടെ കിടക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കിയിട്ടില്ലേ. അപ്പോൾ അതിൻ്റെ മുമ്പ് ഉണ്ടാക്കിയ ആ സമയത്ത് അതിന് ഇനി ആയുഷിൻ്റെ പൈസ ഇത് 75 ലക്ഷം റുപ്യ അത് തരികയും ആ പണം കൊണ്ട് അതിൻ്റെ ഫൗണ്ടേഷൻ വർക്ക് കഴിച്ച് ബാക്കി അവിടെ ഇട്ടിട്ട് പിന്നെ അത് ഒരു സ്റ്റേജിലേക്ക് എത്തിക്കാൻ കഴിയാതെ കഴിഞ്ഞ 6 വർഷക്കാലമായിട്ട് അവിടെ അത് കിടക്കുകയാണ്. ഇപ്പോൾ അത് നമ്മളത് രണ്ടാമത് പുനരുദ്ധീകരിക്കാൻ നോക്കുമ്പോൾ കോൺട്രാക്ടർ പഴയ റേറ്റാണെന്ന് പറഞ്ഞത് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിലേക്ക് അപേക്ഷയായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗവൺമെൻറ്റിൽ നിന്നൊരു തീരുമാനം കിട്ടുന്ന മുറയ്ക്ക് നമ്മളതിനെ 2-3 ഘട്ടമായിക്കൊണ്ട് ഈ കൗൺസിലിൻ്റെ കാലാവധിക്ക് നേരത്തെ ചെയർപേഴ്സൺ പറഞ്ഞ പോലെ നമ്മൾ ഈ കാലാവധിക്കുള്ളിൽ അത് പൂർത്തിയാക്കണമെന്ന് നമ്മൾ പ്രതിജ്ഞാബദ്ധമായി നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. ജനങ്ങൾക്ക് കൊടുത്തൊരു വാക്കാണ്. ആ വാക്ക് പാലിക്കാൻ ഞങ്ങളെ എല്ലാ ശ്രമങ്ങളും ഉണ്ടാവും. ഇനി പുതിയ വരുന്ന ഗവൺമെൻറ്റിലെ മന്ത്രിമാരുമായിട്ട് നമ്മളത് ചർച്ച ചെയ്യും. കഴിഞ്ഞ മന്ത്രിസഭയിലെ മന്ത്രിയോട് ചർച്ച ചെയ്തു. മന്ത്രി അതിന് കൃത്യമായൊരു മറുപടി നമുക്ക് തന്നില്ല. നമ്മുടെ ഭരണസമിതി വരവും ഗവൺമെൻറ്റിൻ്റെ കാലാവധി അവസാനിക്കുന്ന സമയമായതുകൊണ്ട് നമുക്ക് ആലോചിക്കാമെന്ന് പറഞ്ഞ് വെച്ചതാണ്. അപ്പോൾ പുതിയ ഗവൺമെൻറ് പുതിയ മന്ത്രിയും വരുമ്പോൾ ആ മന്ത്രിയുടെ മുമ്പിൽ നമ്മളിതിൽ സമ്മർദ്ദം ചെലുത്തി നമ്മളതിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്ത് പെരിന്തൽമണ്ണയ്ക്ക് ഒരു നല്ല ഒരു ആയുർവേദ ആശുപത്രി നൽകണം എന്ന് തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. അതിനുവേണ്ടി ഞങ്ങൾ കൂട്ടായിട്ടുള്ള വലിയ പരിശ്രമം ഉണ്ടാവും. അതിന് MLAയുടെ പിന്തുണയും ഉണ്ടാകുമെന്ന് MLAയോട് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. MLA നമുക്കതിന് പൂർണ്ണ പിന്തുണ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അത് ഞങ്ങൾ നടപ്പിലാക്കും. നീണ്ടു പോകുന്ന ആശുപത്രിയുടെ മുടങ്ങിക്കിടക്കുന്ന നിർമ്മാണ പ്രവർത്തികൾ പുനരാരംഭിച്ച് നിർമ്മാണം പൂർത്തിയാക്കി ജനങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിച്ചു നൽകാൻ ഈ ഭരണസമിതിക്കെങ്കിലും സാധ്യമാകുമെന്ന പ്രതീക്ഷയിലാണ്
പൊതുജനം. ചാനൽ 10 പെരിന്തൽമണ്ണ. 1 രൂപയ്ക്ക് മഞ്ചേരിയിൽ 20 ലിറ്റർ ബക്കറ്റ് ഉൾപ്പെടെ ഒരു വലിയ മുറിവും ഡസ്റ്റ് പാനും മഗ്ഗും ബേസിനും ഉൾപ്പെടെ 5 ഗൃഹോപകരണങ്ങൾ അടങ്ങുന്ന ഒരു മെഗാ സെറ്റ് 1 രൂപയ്ക്ക്. മെയ് 13-ാം തീയതി മുതൽ 17-ാം തീയതി വരെ മഞ്ചേരിയിൽ ആരംഭിക്കുന്ന 199 രൂപയുടെ മഹാത്ഭുതത്തിൽ ആദ്യമെത്തുന്ന 500 പേർക്ക് വസ്ത്രങ്ങൾ, ചെരുപ്പുകൾ, ബാഗുകൾ, ടോയ്സുകൾ, ഗിഫ്റ്റ് ഐറ്റംസുകൾ, സ്റ്റീൽ, പ്ലാസ്റ്റിക്, അലുമിനിയം, നോൺ സ്റ്റിക്, ഗ്ലാസ് വെയർ, ഗൃഹോപകരണങ്ങൾ ഏതെടുത്താലും 199 രൂപ മാത്രം. അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവും അതിശയിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ. മഞ്ചേരി ഫെസ്റ്റ് ഏതെടുത്താലും 199 രൂപ മാത്രം. 199 രൂപയുടെ മഹാത്ഭുതം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം അറേബ്യൻ മാൾ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.